പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡോക്ടർ ഷാക്കിർ ആശുപത്രിയിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങുകയാണ്. പകൽ നല്ല തിരക്കായിരുന്നു. ഒരുപാട് രോഗികൾ വന്നു. വൈകുന്നേരമായപ്പോഴേക്ക് ക്ഷീണിച്ചുപോയി. ക്വാർട്ടേഴ്സിൽ ചെന്ന് വിശ്രമിക്കണം. പെട്ടെന്നാണ് കണ്ടത്, നിരവധി വാഹനങ്ങൾ ആശുപത്രിക്ക് നേരെ കുതിച്ചു വരുന്നു. എന്തോ അത്യാഹിതം സംഭവിച്ചിരിക്കണം. വാഹനങ്ങൾ അമിത വേഗതയിൽ ഓടി വരുന്നു. നിർത്താതെ ഹോൺ അടിക്കുന്നുണ്ട്. ലൈറ്റ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. വാഹനങ്ങൾ ആശുപത്രി ഗേറ്റ് കടന്നു. ആശുപത്രിക്കകത്തുള്ളവർ ജാഗ്രതയോടെ നിന്നു. വാഹനങ്ങൾക്കകത്തു നിന്ന് രക്തത്തിൽ കുളിച്ച മനുഷ്യ ശരീരങ്ങൾ പുറത്തെടുക്കുന്നു. ഷാക്കിർ ഉണർന്നു. നഴ്സിനെ വിളിച്ചു. വീട്ടിലും ക്വാർട്ടേഴ്സിലും പോയ ഡോക്ടർമാർക്ക് ഫോൺ ചെയ്യൂ, ഉടനെ എത്താൻ പറയൂ. നഴ്സ് ഫോണിനടുത്തേക്ക് ഓടി. ആശുപത്രിക്കകത്ത് 4-5 ഡോക്ടർമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ രോഗികളെ പരിശോധിക്കാനും തുടങ്ങി. മാർക്കറ്റിൽ കുറച്ച് ദിവസമായി തൊഴിൽ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു. ധാരാളം ലോറികൾ ചരക്കിറക്കാനാവാതെ കെട്ടിക്കിടന്നു. വ്യാപാരികൾക്കും വാശിയായി. ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾ നടന്നു. എല്ലാം പരാജയപ്പെട്ടു. വ്യാപാരികൾ പുതിയ അടവ് പയറ്റി. ഒരു സുപ്രഭാതത്തിൽ പുതിയ കൊടികൾ ഉയർന്നു. അതുവരെ മാർക്കറ്റിലില്ലാത്ത യൂണിയനുകൾ പിറന്നു. പുതിയ ഷർട്ടും തലയക്കെട്ടുമായി പുതിയ തൊഴിലാളികൾ രംഗത്തെത്തി. വർഷങ്ങളുടെ ആധിപത്യമുള്ള തൊഴിലാളികൾക്ക് സഹിച്ചില്ല. അവർ കൊലവിളിയുമായി വന്നു. ചരക്കിൽ തൊട്ടാൽ വെട്ടും. കുറ്റ്യാലിയുടെ ശബ്ദം ഉയർന്നു. മാർക്കറ്റ് ആരുടെയും സ്വന്തമല്ല. പുതിയ നേതാവിൻ്റെ ശബ്ദം. ധൈര്യമുണ്ടെങ്കിൽ വാടാ, ചരക്കിലൊന്ന് തൊട്ടു നോക്കടാ, വാടാ, ആണത്തമുള്ളവരുണ്ടെങ്കിൽ വാ. കുറ്റ്യാലി നിന്ന് വിറക്കാൻ തുടങ്ങി. കുറ്റ്യാലിയുടെ പിന്നിൽ അനുയായികൾ നിരന്നു. പുതിയ നേതാവിൻ്റെ പിന്നിലും ആളുകൾ നിരന്നു. ഞങ്ങൾ ചരക്കിറക്കും, ഒരുത്തനും ഒരു ചുക്കും ചെയ്യില്ല, ചുണയുണ്ടെങ്കിൽ വാടാ. പുതിയ നേതാവിൻ്റെ ശബ്ദമുയർന്നു. ചരക്കിൽ തൊട്ടാൽ നീ ജീവനും കൊണ്ട് പോവില്ല. കുറ്റ്യാലിയുടെ അനുയായികൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങളിതാ ചരക്കിറക്കാൻ പോവുകയാണ്. ചുണയുള്ളവരാണെങ്കിൽ കാണട്ടെ. എടാ, തൊട്ടുപോകരുത്. കുറ്റ്യാലി കത്തി നിവർത്തി. പുതിയ കൂട്ടരും ആയുധങ്ങൾ പുറത്തെടുത്തു. കത്തി, വാൾ, കുറുവടി, സൈക്കിൾ ചെയിൻ, സോഡ കുപ്പി. പുതിയ തൊഴിലാളികൾ ലോറിപ്പുറത്ത് ചാടിക്കയറി. കയറയിച്ചു മാറ്റി. കുറ്റ്യാലി ഒരൊറ്റ കുതിപ്പ്. ഊരിപ്പിടിച്ച കത്തിയുമായി ലോറിപ്പുറത്ത്. കത്തി ആഞ്ഞു വീശി. കുറ്റ്യാലിയുടെ അനുയായികൾ ചാടിക്കയറി വന്നു. ലോറിപ്പുറത്തും താഴെയും അടി തുടങ്ങി. അങ്ങാടിയിൽ പരക്കെ അടി. 4-5 ആളുകൾ കുറ്റ്യാലിയുടെ മേൽ ചാടി വീണു. രക്തം 4 പാടും ചിതറി. പലരും പിടഞ്ഞു വീണു. കുറ്റ്യാലി ലോറിപ്പുറത്തു നിന്ന് താഴേക്ക് വീണു. ചോര വാർന്നൊഴുകി. ബോധം കെട്ടു. 20 മിനിറ്റ് നേരം തെരുവ് യുദ്ധം. പെട്ടെന്ന് പോലീസെത്തി ലാത്തി വീശി. മെല്ലെ തെരുവ് യുദ്ധം അവസാനിച്ചു. മുറിവേറ്റവരെയും കൊണ്ട് വാഹനങ്ങൾ കുതിച്ചു. ക്വാർട്ടേഴ്സിലേക്കും വീട്ടിലും പോയ ഡോക്ടർമാർ കുതിച്ചെത്തി. പലർക്കും അടിയന്തര ശസ്ത്രക്രിയകൾ വേണം, രക്തം വേണം. ആശുപത്രിയിലും പരിസരവും ജനനിബിഡം. ആശുപത്രി മുറ്റത്ത് പെണ്ണുങ്ങളുടെ നിലവിളി. ഓപ്പറേഷൻ തിയേറ്ററിൽ പെട്ടെന്ന് സജീവമായി. അടിയന്തര ശസ്ത്രക്രിയ വേണ്ടവരെ പെട്ടെന്ന് കൊണ്ടുവന്നു. ഡോക്ടർ ഷാക്കിർ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് കണ്ടത്. ബോധമില്ലാത്തൊരു മനുഷ്യൻ, രക്തത്തിൽ കുളിച്ച ശരീരം, അനേകം മുറിവുകൾ. രക്ഷപ്പെടുമോ എന്ന കാര്യം സംശയം. ശസ്ത്രക്രിയ വേണോ? ഷാക്കിർ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. ഞെട്ടിപ്പോയി. അനങ്ങാനാവുന്നില്ല. ഈ മനുഷ്യന് അവകാശികൾ ആരെങ്കിലുമുണ്ടോ? ഓപ്പറേഷന് മുമ്പ് ഒപ്പിട്ട് തരണം. സീനിയർ ഡോക്ടർ വിളിച്ചു ചോദിക്കുന്നു. ഞാൻ ഒപ്പിട്ട് തരാം. ഓപ്പറേഷൻ വൈകരുത് സാർ, ഷാക്കിർ ഉത്കണ്ഠയോടെ പറഞ്ഞു. ഷാക്കിർ ഒപ്പിട്ട് കൊടുത്തു. ഓപ്പറേഷൻ തുടങ്ങി. ഉത്കണ്ഠാകുലമായ നിമിഷങ്ങൾ, മണിക്കൂറുകൾ കടന്നുപോയി. അന്നു രാത്രി ആശുപത്രിയിൽ ഉറങ്ങിയില്ല. അത്യാഹിത വിവരമറിഞ്ഞ് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരുന്നു. ഡോക്ടർമാർ നന്നെ ക്ഷീണിച്ചുപോയി. രാത്രി ചിലർ ഡ്യൂട്ടി റൂമിൽ തങ്ങി. മറ്റുള്ളവർ താമസ സ്ഥലത്തേക്ക് മടങ്ങി. ഷാക്കിർ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ലാത്ത രോഗിയുടെ സമീപം നിൽക്കുന്നു. നേരം വെളുത്തു. പ്രകാശം പരന്നു. ഷാക്കിർ ക്വാർട്ടേഴ്സിൽ പോയി പെട്ടെന്ന് മടങ്ങി വന്നു. രോഗിയുടെ സമീപം ഓടിയെത്തി. ഉച്ചയോടെ അയാൾ കണ്ണു തുറന്നു. ഷാക്കിർ കുനിഞ്ഞു നിന്ന് മെല്ലെ വിളിച്ചു, ബാപ്പാ. ആ വിളി കുറ്റ്യാലി കേട്ട് കാണില്ല. വീണ്ടും കണ്ണടച്ചു കിടന്നു. വൈകുന്നേരം വീണ്ടും
കണ്ണു തുറന്നു. ഷാക്കിർ മെല്ലെ വിളിച്ചു, ബാപ്പ. ബോധം മെല്ലെ തിരിച്ചു വരികയാണ്. കണ്ണു മിഴിക്കുന്നു, ചുറ്റും നോക്കുന്നു. സീനിയർ ഡോക്ടേഴ്സ് രോഗികളെ നോക്കി വരുന്നു. കുറ്റ്യാലിയെ പരിശോധിച്ച് അപകടനില തരണം ചെയ്തതായി രേഖപ്പെടുത്തി. കുറ്റ്യാലിയുടെ കട്ടിലിന് ചുറ്റും ടൗണിലെ തൊഴിലാളികളുണ്ട്. ഷാക്കിർ ഇടയ്ക്കിടെ ഓടി വരുന്നുണ്ട്. തൊഴിലാളികൾക്കൊന്നും ഷാക്കിറിനെ പരിചയമില്ല. 2-ാം ദിവസം ഉച്ച കഴിഞ്ഞ് സലീം മോൻ ആശുപത്രിയിലെത്തി. ഡോക്ടർ ഷാക്കിർ ബാപ്പയെ പരിശോധിക്കുന്ന രംഗമാണവൻ കണ്ടത്. സലീം ശബ്ദമില്ലാതെ കരഞ്ഞു. ഷാക്കിർ പിന്മാറി. സലീം കട്ടിലിനു സമീപം നിന്നു. കുറേ സമയം കഴിഞ്ഞ് ഒരു നേഴ്സ് വന്ന് ചോദിച്ചു, ആരാണ് സലീം? ഞാനാണ്. എന്താ? ഡോക്ടർ വിളിക്കുന്നു. സലീം നേഴ്സിൻ്റെ പിന്നാലെ നടന്നു. ഒരു റൂം ചൂണ്ടിക്കാണിച്ചു. സലീം ബോർഡ് വായിച്ചു. ഡോക്ടർ ഷാക്കിർ മെല്ലെ കടന്നു ചെന്നു. ഇരിക്കൂ. ഒരു സ്റ്റൂളിൽ ഇരുന്നു. എപ്പോഴാണ് വിവരം അറിഞ്ഞത്? ഇന്ന് രാവിലെ. ഉമ്മ അറിഞ്ഞോ? അറിഞ്ഞു. എന്നിട്ട് കൂടെ വരാൻ ഒരുങ്ങി. ഞാൻ കൊണ്ടുവന്നില്ല. അപകട നില തരണം ചെയ്തു എന്ന് പറയാം. മേലാസകലം വെച്ച് കെട്ടൽ ആണല്ലോ. നേതാവായിരുന്നല്ലോ. എതിരാളികൾ കൊല്ലാൻ ഒരുങ്ങിയതാണ്. ഇനിയും ആക്രമണമുണ്ടാകുമോ എന്നാണ് എൻ്റെ ഭയം. നമ്മളെന്തു ചെയ്യും? അല്പം ഭേദമായാൽ വീട്ടിലേക്ക് മാറ്റാം, എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക്. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? നമ്മുടെ വാപ്പയ്ക്ക് വേണ്ടിയല്ലേ? ഉമ്മയെ കൊണ്ടുവരണം. എൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കാം. സലീം മടങ്ങിപ്പോയി. സന്ധ്യയോടെ ഉമ്മയോടൊപ്പം തിരിച്ചെത്തി. ബാപ്പയുടെ കിടപ്പ് കണ്ട് ഉമ്മ പൊട്ടിക്കരഞ്ഞു. സലീം ഉമ്മയെ താങ്ങിയിരുത്തി. ഷാക്കിർ ഉമ്മയെയും അനുജനെയും കൂട്ടി ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. ഉമ്മ കരച്ചിലടക്കാൻ പാടുപെട്ടു. ക്വാർട്ടേഴ്സിലെത്തി. 2 മുറി, ഒരടുക്കള. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തി. 3 പേരും കഴിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അത്യാഹിതത്തിൽ പരിക്കേറ്റു വന്നവർ ഓരോരുത്തരായി ആശുപത്രി വിട്ടുകൊണ്ടിരുന്നു. സന്ദർശകരുടെ തിരക്ക് കുറഞ്ഞു. കുറ്റ്യാലിയുടെ കട്ടിലിന് സമീപം ഭാര്യയും മകനും. കുറ്റ്യാലി ഭാര്യയെ നോക്കി. ഒരേ നോട്ടം. കണ്ണുകൾ നിറഞ്ഞൊഴുകി. സലീം ബാപ്പയുടെ കണ്ണുകൾ തുടച്ചു. ബാപ്പാക്കറിയുമോ ബാപ്പാനെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്ന്? ആരാ മോനെ? ഇക്കാക്ക. ബാപ്പ അമ്പരപ്പോടെ ചുറ്റും നോക്കി. ഉമ്മ ഗദ്ഗതത്തോടെ പറഞ്ഞു, നമ്മുടെ മോൻ ഇവിടുത്തെ ഡോക്ടറാണ്. നിങ്ങൾക്ക് സുഖം കിട്ടിയത് അവൻ്റെ കൈപുണ്യം കൊണ്ടാണ്. പെട്ടെന്ന് ഡോക്ടർ ഷാക്കിർ കടന്നു വന്നു. ബാപ്പയ്ക്ക് എങ്ങനെയുണ്ട്? ഷാക്കിർ ചോദിച്ചു. സുഖമുണ്ട്. നാളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാം. കുറ്റ്യാലി മകനെ തുറിച്ചു നോക്കി.